ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി ഇസ്രായേൽ. 3 പതിറ്റാണ്ടിലായി ഹിസ്ബുള്ളയുടെ തലവനായിരുന്നു ഇദ്ദേഹം. ഇന്നലെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങൾ ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയും മറ്റ് കമാൻഡർമാരെയും ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം. വെള്ളിയാഴ്ചയിലെ ആക്രമണത്തിലൂടെ ഹസൻ നസ്രുള്ളയും ഹിസ്ബുള്ള പ്രധാനികളെയും വധിച്ചു എന്നാണ് ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുന്നത്. ലബനൻ തലസ്ഥാനമായ തെക്കൻ ബെയ്റൂത്തിലെ ജനസാന്ദ്രത ഏറെയുള്ള പ്രദേശമാണ് ദഹിയ. ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5 മണിക്കൂർ നീണ്ട മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ സേന അഴിച്ചുവിട്ടത്. ഇസ്രായേൽ സേന ഇതുവരെ ലബനനിൽ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള ദഹിയയിൽ ബങ്കർ തകർക്കുന്ന ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ജനവാസ മേഖലയെ കൂടിയാണ് ഇല്ലാതാക്കിയത്. ആംബുലൻസുകൾക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ എത്തിപ്പെടാനാവാത്ത വിധം പ്രദേശമാകെ തകർന്നടിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയും സംഘടനയുടെ ദക്ഷിണ ഫ്രണ്ടിന്റെ കമാൻഡർ അലി കർക്കിയും ഉൾപ്പെടെയുള്ള പ്രധാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ അറിയിച്ചത്. കൂടാതെ ആക്രമണത്തിൽ നസ്രുള്ളയുടെ മകൾ സൈനബും കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ലക്ഷ്യമാക്കി വളരെ കൃത്യമായ ആക്രമണമാണ് തങ്ങൾ നടത്തിയത് എന്നായിരുന്നു ഇസ്രായേൽ സേന പ്രതികരിച്ചത്. ലബനനിൽ 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന UN അസംബ്ലിയുടെ നിർദ്ദേശം തള്ളിയുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഹമാസും ഹിസ്ബുള്ളയും കീഴടങ്ങുന്നതുവരെ ആക്രമണം തുടരും, തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ പിന്നോട്ടില്ലെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകൾ ശരിയാകുന്ന പക്ഷം പശ്ചിമേഷ്യയിലെ സംഘർഷം തീർച്ചയായും പുതിയൊരു തലത്തിലേക്ക് മാറും. അത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഒരു നേർക്കുനേർ യുദ്ധമായി മാറിയാലോ ഇതിൽ ഇറാൻ കൂടി പങ്കുചേർന്നാലോ പോലും ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടാനില്ല.